നിങ്ങൾ ഒരു മുസ്ലിം ആയിരിക്കാം, ഒരു ദളിതനായിരിക്കാം, അതിലുപരി ജനാധിപത്യവും മതേതരത്വവും സ്വപ്നം കാണുന്ന ഒരു സാധാരണ പൗരനുമായിരിക്കാം. എങ്കിൽ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പേ നിങ്ങളിത് കേൾക്കാതെ പോകരുത്. आप कहते हैं कि आप पकोड़े बेचिए, फिर आप कहते हैं चौकीदार तो हम नेपाल से अच्छा और सस्ता ले आएंगे. देश को प्रधानमंत्री की जरूरत है. രാജ്യത്തിനാവശ്യം കാവൽക്കാരനെയല്ല, മറിച്ച് കാര്യശേഷിയുള്ള ഒരു പ്രധാനമന്ത്രിയെയാണെന്ന് ഒരു കൗമാരക്കാരന് വിളിച്ചു പറയേണ്ടി വന്ന ഇന്ത്യയുടെ കഴിഞ്ഞ 5 വർഷത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതെ, മോദി ഭരിച്ച ആ 5 വർഷത്തെക്കുറിച്ച് തന്നെ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സുപ്രീം കോടതിയുടെ പ്രവർത്തന രീതിയിൽ എതിരഭിപ്രായമുള്ള മുതിർന്ന 4 ജഡ്ജിമാർക്ക് കോടതി നടപടികൾ നിർത്തിവെച്ച് ജനങ്ങളെ കാണേണ്ടി വന്നത് ഈ ഭരണകാലത്താണ്. The administration of the Supreme Court is not in order. Many things which are less than desirable which have happened. ഒരു പാതിരാവിലെ പ്രഖ്യാപനത്തിലൂടെ അപക്വമായ സാമ്പത്തിക നയം അടിച്ചേൽപ്പിച്ച് ഇന്ത്യൻ ജനതയെ ബാങ്കുകൾക്ക് മുന്നിൽ വരി നിർത്തിയ നോട്ട് നിരോധനം കൊണ്ടുവന്നതും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുച്ചൂടും മുടിച്ചതും ചെറുകിട ഇടത്തരം വ്യവസായ മേഖലകളെ നികുതി പേരിൽ തകർത്തതും ഈ 5 വർഷ കാലത്തു തന്നെയാണ്. That the 500 rupee and 1000 rupee currency notes presently in use will no longer be legal tender from midnight to night. വിലത്തകർച്ചയിൽ നടുവൊടിഞ്ഞ കർഷകർക്ക് മൈലുകൾ താണ്ടി ഭരണസിര കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തേണ്ടി വന്നതും കടക്കെണി കൊണ്ട് ഓരോ വർഷവും 12,000 കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും ഈ 5 വർഷത്തിനുള്ളിലെ മറക്കാനാവാത്ത കാഴ്ചയാണ്. മുസ്ലിം ദലിത് വിഭാഗങ്ങൾക്കെതിരെ ഇന്ത്യയിൽ ഒട്ടനവധി അക്രമങ്ങൾ നടന്നതും പശുവിന്റെ പേരിൽ ദലിത് മുസ്ലിം വിഭാഗങ്ങളെ കൊന്നൊടുക്കിയതും ഭരണകൂടം കൊലയ്ക്ക് കൂട്ടുനിന്നതും മോദി പ്രധാനമന്ത്രിയായ ഈ ഭരണകാലത്തു തന്നെ. 2017 പശുവിന്റെ പേരിൽ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത് 37 പേരാണ്. മനുഷ്യനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് ഇല്ലാത്ത നാട്ടിൽ പശുക്കൾക്ക് ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതും ഉപജീവനത്തിന് കാലിക്കച്ചവടം നടത്തിയവർക്ക് നേരെ ദേശ സുരക്ഷാ നിയമം എന്ന ജനവിരുദ്ധ നിയമം ചുമത്തി കേസെടുത്തതും ഈ ഫാഷിസ്റ്റ് ഭരണകാലത്ത് തന്നെയാണ്. വർഷം 1 കോടി യുവാക്കൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയവർ 1/4 കോടി യുവജനത്തിന് പോലും ജോലി സ്ഥിരത നൽകാതെയാണ് അധികാര കാലാവധി തികയ്ക്കുന്നത്. UPA സർക്കാരിന്റെ കാലത്തെ തൊഴിലില്ലായ്മ നിരക്ക് 3.4% ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത് 7.2% എത്തി. 45 വർഷത്തെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ നിരക്കിലേക്ക് രാജ്യത്തെ കൂപ്പുകുത്തിച്ചതും ഈ സർക്കാർ തന്നെ. കർഷകരുടെയും ചെറുകിട കച്ചവടക്കാരുടെയും ജീവിതത്തെ മുൾമുനയിൽ നിർത്തുന്ന ബാങ്കിംഗ് നടപടികൾക്കായിരുന്നു ഈ 5 വർഷക്കാലത്ത് NDA സർക്കാർ നേതൃത്വം നൽകിയത്. ബാങ്കുകളുടെ കിട്ടാക്കടം 10 ലക്ഷം കോടിക്ക് മുകളിലെത്തിയ അതേ സമയത്താണ് പൊതുമേഖലാ ബാങ്കുകളെ കബളിപ്പിച്ച മല്യക്കും നീരവ് മോദിക്കും വിദേശത്തേക്ക് കടക്കാൻ സർക്കാർ ഒത്താശ ചെയ്തത്. സർഫാസി നിയമത്തിന്റെ പേരിൽ ജനങ്ങളെ കൊന്നു തിന്നുന്ന കാഴ്ചകളും ഒറ്റപ്പെട്ടതായിരുന്നില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടലായ RBIയെ തകർക്കുന്ന നടപടികളുണ്ടായതും ഈ 5 വർഷ കാലയളവിലാണ്. ഏഷ്യയിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യമായി ഇന്ത്യ മാറുന്നുവെന്ന് ഫോർബ്സ് മാഗസിൻ വ്യക്തമാക്കിയതും അഴിമതി തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയ ഇതേ മോദി കാലത്തു തന്നെ. സത്യത്തിൽ മെഹുൽ ചോക്സി, നീരവ് മോദി, വിജയ് മല്യ തുടങ്ങിയ അഴിമതി വീരന്മാർക്ക് അനുകൂല സാഹചര്യം ഒരുക്കുക മാത്രമായിരുന്നു BJP സർക്കാർ ഈ 5 വർഷം ചെയ്തത്. പത്രം, TV, ഡിജിറ്റൽ പരസ്യങ്ങളിലൂടെ മോദി തന്റെ ചിരിക്കുന്ന മുഖവുമായി പ്രഖ്യാപിച്ച 2022 പുതിയ ഇന്ത്യ എന്ന സങ്കല്പം പ്രതീക്ഷ നിറച്ച വലിയൊരു കള്ളമായിരുന്നു എന്നാണ് ഇന്ത്യയുടെ വർത്തമാന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തെ എല്ലാ സ്വച്ഛാധിപതികളും ഫാസിസ്റ്റ് ഭരണകൂടങ്ങളും
ഒടുവിൽ തകർന്നടിഞ്ഞത് സാധാരണക്കാരായ ജനങ്ങളുടെ സംഘശക്തിക്ക് മുന്നിലായിരുന്നു. ഇന്ത്യയിലും ചരിത്രം മറിച്ചാവില്ലെന്ന് തെളിയിക്കേണ്ടത് രാജ്യത്തെ പ്രബുദ്ധ ജനത തന്നെയാണ്.